ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്. ഞാനിപ്പോൾ ഒരു വാർത്തയുടെ പിന്നാമ്പറം തേടിയുള്ള ഒരു യാത്രയിലായിരുന്നു. ആ യാത്ര ചെന്നെത്തിയത് ആനിക്കാട്, മല്ലപ്പള്ളി ആനിക്കാട് പമ്പ് ഹൗസിൻ്റെ മുൻപിലാണ്. ഇവിടുത്തെ ഒരു കഥയാണ് നിങ്ങളോട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്. ഇവിടുത്തെ വാൽവോ ഓപ്പറേറ്റർ ഡോൺ ബറിനോസിനെ സമീപിച്ചു. കാരണം ഇവർക്ക് വേതനം കിട്ടുന്നില്ല എന്നുള്ളതല്ല, നമുക്കറിയാം അരിയുടെയും പല വ്യഞ്ജനത്തിൻ്റെയുമൊക്കെ വില കൂടിയപ്പോൾ, അല്ലെങ്കിൽ പെട്രോളിൻ്റെ അടക്കം വിലയൊക്കെ കൂടിയപ്പോൾ ഇവർക്ക് ജീവിക്കുവാൻ മാർഗമില്ലാതെയാണ് ഇവർ ഇത് ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ അറിയിക്കണമെന്ന് ഇവർ ഡോൺ ബറിനോസിനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലം മലകളും കുന്നുകളും ചേർന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ നിന്നാണ് ആനിക്കാട്ടിലെ വിവിധ പ്രദേശത്തുള്ള മാരിക്കൽ, അതുപോലെ തന്നെ ഒരുപാട് പ്രദേശത്തുള്ള കാരിക്കാമല, പുളിക്കാമല, അതുപോലെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഇവിടുത്തെ ഇവർ പറയുന്നത് ഇവർക്ക് ശരിയായിട്ടുള്ള വേതനം കിട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ഇതാരുടെയും അവരുടെയൊന്നും പരാതിയല്ല അവർ പറയുന്നത്, അവരുടെ ഒരു അപേക്ഷയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണാതെ പോകരുത്. അതുപോലെ തന്നെ പുളിക്കാമല കുടിവെള്ള പദ്ധതി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഉറങ്ങിക്കിടന്ന പുളിക്കാമല കുടിവെള്ള പദ്ധതി വീണ്ടും ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പുതുജീവൻ നൽകിയതിൽ അതിയായ സന്തോഷം ഡോൺ ബറിനോസിനുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വാൽവ് ഓപ്പറേറ്ററെ നമ്മളെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നും ഇവിടുത്തെ ദേശനിവാസികൾ ഡോൺ ബറിനോസുമായിട്ട് പങ്കുവച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ചേട്ടാ, ഈ നമ്മുടെ ആനിക്കാട് വാട്ടർ അതോറിറ്റിയില്ലേ, പമ്പ് ഹൗസിൽ പകൽ എന്തുകൊണ്ട് ആളില്ല, അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ്, ഒരു വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരെന്നുള്ള രീതിയിൽ ചേട്ടൻ എന്താണ് പറയുക? ഞങ്ങൾ ജീവനക്കാരല്ല, സ്വാഭാവികമായിട്ട് HR ഡെയിലി ബേസിൽ മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലിവിടെ ആനിക്കാട് പമ്പ് ഹൗസിൽ ഇപ്പോൾ 2-3 മാസങ്ങളായിട്ട് ഉണക്ക സമയത്ത് മാത്രമാണ് ഡെയിലി ബേസ് ജീവനക്കാർ ഓപ്പറേറ്റർമാരെ വെച്ചിരിക്കുന്നത്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് തിരിച്ച് അവർക്ക് ഒരു നൈറ്റ് ഡ്യൂട്ടി മാത്രം കൊടുത്തുകൊണ്ട് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് 460 രൂപ ഡെയിലി ബേസ് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നല്ല ശതമാനം വാട്ടർ അതോറിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ അവർക്ക് വേണ്ട ഒരു എല്ലാ ജീവനക്കാർക്കും അവരുടെ വേതനത്തിൻ്റെ ഇത് മാറ്റം കൊടുത്തു, ആശാവർക്കർമാർക്ക് കൊടുത്തു. അങ്ങനെ പല സംവിധാനത്തിലൂടെ സർക്കാർ ഇപ്പം വേതനം കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും വേണ്ട ഒരു 10-30 വർഷമായിട്ട് മേടിക്കുന്ന 460 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ അല്ല, ഒരു 20 വർഷത്തിനകത്തുള്ള ഒരു കൂലിയിലാണ് ഇപ്പോൾ വാൽവ് ഓപ്പറേറ്റർമാരും പമ്പ് ഓപ്പറേറ്റർമാരും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് അത് ഒരു ദിവസത്തേക്ക് ആറന്മുളയിൽ നിന്ന് വരെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ആറന്മുളയിൽ നിന്ന് 200 രൂപ പെട്രോളും ചിലവും കൊടുത്താണ് 460 രൂപ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഈ സംവിധാനത്തിൽ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ എത്തണമെന്നും, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ജോലിക്കാർക്കും ഞങ്ങൾക്കും വേണ്ട ഒരു സമയമെങ്കിലും അവർക്ക് ജോലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡേയിലെ നൈറ്റ് മാത്രം കൊടുത്തുകൊണ്ട് ഉള്ള ആ ഭാഗം മാറ്റി ഓട്ടോമേഷൻ മാറ്റിക്കൊണ്ട് അവർക്ക് ഡെയിലി ജോലി കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വേതനത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വേറൊരു കാര്യം, ഈ പെട്രോളിൻ്റെ വിലയും മറ്റുള്ള ഇപ്പോൾ അരി വിലയും പച്ചക്കറികളുടെ വിലയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചേട്ടന് ഇത് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ആനിക്കാട് പഞ്ചായത്തിലാണ്ട് കാരിക്കാമല എന്ന് പറയുന്ന സ്കീമിൽ തന്നെയാണ്ട് ഒരു 90 വാൽവുകളും മറ്റ് ഇതെല്ലാം കൂടെ കൂട്ടി 100 കിലോനം വാൽവുകളാണ് ഒരു ദിവസം മൊത്തത്തിലുള്ളത്. അതിൽ 8 മുതൽ 12 മുതൽ വാൽവ് 12 മണിക്കൂറോളം ജോലി ചെയ്താലേ ഇവിടെ എല്ലായിടത്തും വെള്ളം കൊത്തിക്കാൻ ഇപ്പോൾ സാധിക്കുള്ളൂ. ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ 1990കളിൽ തുടങ്ങിയ സ്കീമാണ്. അതിൽ 1500-2000 കണക്ഷനിൽ നിന്നിപ്പോൾ JJMൻ്റെ സ്കീം വന്നതിന് ശേഷം
ഏകദേശം 4500 ചില്ലുവാനം കണക്ഷനുകൾ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി രാവിലെ മുതൽ കുറഞ്ഞതൊരു 10 മണി വരെ, അതായത് രാവിലെ 8-ന് തുടങ്ങിയാൽ 10 മണി വരെ നമ്മൾ ഇത് ഓടി നടന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെട്രോൾ കാശൊക്കെ ഞങ്ങളുടെ ഈ വരുമാനത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ നിൽക്കുന്നത് വെച്ചാൽ ഇതൊരു ഞങ്ങളുടെ ഫീൽഡായിപ്പോയി. കാലങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ഫീൽഡുമായി അത് കാരണം വേറൊരു തൊഴിലിന് പോകാനും ഞങ്ങൾക്ക് പറ്റത്തില്ല. അതിനെ ഞങ്ങളിത് ഇങ്ങനെ സഹിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് വാൽവ് ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നവരെ വലിയ പരിതാപകരോ 26 വർഷമായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ചേട്ടൻ എന്താണ് ഇനി നിങ്ങളുടെ ആവശ്യം? ചേട്ടന് മാത്രമല്ല ഈ ജോലി ചെയ്യുന്ന ഒരാവശ്യം എന്താണ്? ഒട്ടാകെയുള്ള വാട്ടർ അതോറിറ്റി ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വേതനം കൂട്ടിക്കൊടുക്കണം. ഏകദേശം കുറഞ്ഞ ഒരു ദിവസത്തെ കൂലിയാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഡ്യൂട്ടിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല. വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് പലരും. ഒരു മാസം 10,000 രൂപ 15,000 രൂപ ജോലി ചെയ്യുന്ന ഓപ്പറേറ്റർമാരായിരുന്നു പമ്പ് ഹൗസുകളിലുള്ളത്. അപ്പോൾ അവർക്കിത് കൂലി കൂട്ടി കൊടുക്കണം. അപ്പോൾ ചേട്ടൻ ഒരു പരാതിയല്ല, ചേട്ടൻ്റെ ഒരു ആവശ്യമാണ്. ഒരാവശ്യമാണ്. പരാതിയായിട്ട് നമുക്ക് പറയാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കോൺട്രാക്ട് ലെവലിലാണ് ഞങ്ങളുടെ ഈ ഡ്യൂട്ടി പൈസ മാറുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കോൺട്രാക്ട് അനുവദിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പമ്പ് ഹൗസിലെ സബ് ഡിവിഷനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ജീവനക്കാർ കാണും? ചേട്ടൻ അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയാണ് നല്ലത്. നമ്മുടെ പുല്ലുകുത്തി പമ്പ് ഹൗസിൻ്റെ കീഴിലിപ്പം 4 ഓപ്പറേറ്റർമാരും ഒരു വാൽവ് ഓപ്പറേറ്ററുമാണ് നിലനിൽക്കുന്നത്. അതായത് 3 പമ്പുകളിലേക്ക്, അതായത് ഒന്ന് കാരിക്കാമല ടാങ്കിലേക്ക്, ഒന്ന് ഹനുമാൻകുന്ന്, ഒരു നൂറോമാവിൻ്റെ ചെറിയൊരു ടാങ്കിലേക്ക് കൂടെയാണ് പമ്പിങ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തിപ്പം ഇവരുടെ ഈ HR-ൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺട്രാക്ടറാണ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നടപടിയോ ഇതുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺട്രാക്ടിനെ പിൻവലിച്ചുകൊണ്ട് തൊഴിലാളികളെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ 460 രൂപയും ഇതിലേക്ക് വരുന്ന 500 രൂപയ്ക്ക് അടുത്തെങ്ങാണ്ട് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ബില്ല് മാറുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, നിസ്സാരമായിട്ടല്ല. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് ആവശ്യമുള്ളതാണ്. ഈ മഴക്കാലത്ത് പോലും കിണറുകൾ ഇല്ലാത്ത കോളനികൾ, 10-ൽ കൂടുതൽ കോളനികൾ, അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഈ വെള്ളത്തെ ആശ്രയിക്കുന്ന കിണറുകളില്ലാത്ത പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ ഞങ്ങൾ ഒരു ദിവസം തന്നെ ഒരു 100 ചില്ലുവാനം കിലോമീറ്റർ ഡെയിലി ഈ ബൈക്ക് ഓടിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഒരു 6 മണി വരെ ഒരു സ്കീമിൽ കൊടുത്തു, ഒരു ലൈനിൽ കൊടുത്തു. 6 മുതൽ വീണ്ടും 10 മണി വരെ ഒരു ലൈനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഞങ്ങൾ പല ഘട്ടത്തിൽ അവിടെ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരോട് ചോദിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾക്കൊരു സമരം നടത്താൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ഏകദേശം ഈ ആനിക്കാടിൻ്റെ നല്ല കേരളത്തിലെ വേണ്ട ഒരു 10% ജോലിക്കാരും ഈ മാനസിക ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് അധികാരികൾക്കൊരു സമരമല്ല, ഞങ്ങൾക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ചേട്ടൻ ഡെയിലി ബേസിലാണോ ജോലി ചെയ്യുന്നത്? അതെ. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ചേട്ടൻ ഇത് എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇപ്പം വാൽവ് ഓപ്പറേറ്റിങ്ങിന് ഇവിടെ ഈ ആനിക്കാട് എത്തിയിട്ടുള്ളൂ, ഈ പുല്ലുകുത്തി പമ്പ് ഹൗസിൻ്റെ കീഴിൽ. അതിന് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ട് മെയിൻ്റനൻസാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കും. പക്ഷേ ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണ് ആനിക്കാടിലുള്ള, അതായത് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിലും മറ്റുള്ള ഇവിടുത്തെ ആനിക്കാട് ജനങ്ങൾക്ക് വലിയ കാര്യമാണ് ചേട്ടനെ എന്ന് ഡോൺ വെറി ന്യൂസ് ഓർപ്പിക്കുകയാണ്. അപ്പം ജനങ്ങളോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ജനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജനങ്ങളാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിധികളുണ്ട്. മറ്റ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ മല്ലപ്പള്ളി സബ് ഡിവിഷൻ ഓഫീസിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളൊരു മേഖലയാണ് ആനിക്കാട്. 150 കിലോമീറ്റർ ലൈനും 4500-ൽ പരം കണക്ഷനുകളുമുണ്ട്. ജനങ്ങൾക്ക് സംതൃപ്തിയുള്ള രീതിയിലേക്ക് നമ്മൾ പരമാവധി നമ്മൾ വെള്ളം എത്തിക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ ദിവസങ്ങൾക്ക് വരെ മാറ്റം, അതായത് പ്രത്യേക ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കാരിക്കാമല ടാങ്കിൽ നിന്നുള്ള സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് കടന്നു വരുമ്പോഴത്തേക്ക് 20 ദിവസം വരും. അത് പരമാവധി നല്ല മാർച്ച് ഏപ്രിൽ മാസം മാത്രം 20 ദിവസം കൊണ്ടുവരും. ബാക്കിയുള്ള ദിവസങ്ങളിൽ 15 ദിവസത്തിലേക്ക് നമ്മളതുപോലെ റിസ്ക് എടുത്തുകൊണ്ടും ആ ജോലി പൂർത്തീകരിക്കുന്നു. ജനങ്ങൾക്ക് ന്യായമായിട്ട് വെള്ളം കുത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഈ സ്കീമിൽ നിന്ന്.
പരമാവധി സ്വിമ്മിംഗ് പൂളിനൊക്കെ എല്ലാ ദിവസത്തേക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ചെറിയ ഏരിയയാണ്, ഹൈറ്റ് കുറഞ്ഞ ടാങ്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുഴപ്പമില്ല. പൊതുജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് സഹകരിച്ച് പോകാൻ പറ്റുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങളെല്ലാം നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും കാണപ്പെടുന്നതിന് നന്ദിയുണ്ട്. പിന്നെ വേറൊരു കാര്യം ചേട്ടൻ അതായത് പൈപ്പ് ഒക്കെ പൊട്ടി വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ലാഭയിച്ച നോക്കാതെയും ചേട്ടന് സന്തോഷത്തോടു കൂടി ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ട് എൻ്റെ വീട്ടിലെ പഞ്ചായത്തിൽ നിന്നുള്ള പൈപ്പ് കണക്ഷനായിരുന്നു, അത് പൊട്ടി, എന്നാലത് കണക്ഷൻ വന്ന് ചെയ്ത് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ മനസ്സുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു കോൺട്രാക്ടർ ആണ് ഇതിൻ്റെ ഫുള്ള് വർക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞെടുത്തു. അത് ഞാൻ ഒരു ലേബർ കോൺട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നത്, അത് മെയിൻ ലൈനിൽ മാത്രം. ഇന്ന് വരെ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഈ വാട്ടർ കണക്ഷൻ ചെയ്യാനുള്ള സംവിധാനം കോൺട്രാക്ടർമാർക്ക് അതിനകത്തൊന്നും ബില്ലെഴുതി കിട്ടത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞറിഞ്ഞിരിക്കുന്നു. അപ്പം പരമാവധി വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തി. സാഹചര്യം മോശമുള്ളവർ നമ്മൾ ഈ പെട്രോളൊക്കെ അടിച്ച് നടക്കുന്നില്ല, സാധനം മേടിക്കണം, പൈപ്പിൻ്റെ വില കൂടി, പശയുടെ വില കൂടി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് സാഹചര്യം മോശമുള്ള വീടുകളിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്നേഹമുള്ളവർ എന്തെങ്കിലും തരുന്നു. ചില കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധം പിടിക്കുമെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ കിട്ടത്തില്ല. അത് നമ്മൾ ഇവിടെ കറകച്ചാലിൽ ചെന്നാൽ കിട്ടുമല്ലോ. അങ്ങനെ ഇങ്ങോട്ടും ബൈക്ക് ഓടിച്ച് പോയി മേടിച്ചുകൊണ്ട് വരുമ്പോൾ സാധനത്തിൻ്റെ വിലയും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ചാർജും എല്ലാം കൂടെ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊരു തുക ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആനിക്കാട് നമ്മുടെ പമ്പ് ഹൗസിലെ ജീവനക്കാരെ കുറിച്ച് ഇവിടുത്തെ സപ്ലൈ ചേട്ടൻ എന്താണ് കൂടുതൽ ഒരു ഈ നാട്ടിലെ നിവാസി എന്നുള്ളതിലും എന്താണ് ചേട്ടൻ പറയാനുള്ളത്? നല്ല നമസ്കാരം. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വെള്ളം കിട്ടുന്നതിനേക്കാളും നല്ല രീതിയിൽ ഇപ്പം എല്ലായിടത്തും വെള്ളമുണ്ട്. പിന്നെ ഒരുപാട് ജോലി വർക്കുകളൊക്കെ ഒരുപാട് കൂടുതലാണ്. മലയോര പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വർക്കും ജോലിയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ രീതിയിൽ അവർക്ക് കിട്ടത്തക്കതായ ഒരു വേതനം സർക്കാർ അനുവദിച്ചു കൊടുക്കുക. പിന്നെ എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിനോട് നമുക്ക് വിരോധങ്ങളോ എതിർപ്പായ ഒരു അഭിപ്രായമോ കാര്യമോ ഇല്ല. അതുപോലെ തന്നെ പുളിക്കാമല കുടിവെള്ള പദ്ധതി വളരെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതെഴഞ്ഞ് നീങ്ങുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഇപ്പം അത് പുനഃസ്ഥാപിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഇവിടുത്തെ മുൻ MLA അതിനോട് ഒരു താല്പര്യം കാണിക്കാഞ്ഞുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ കിടന്നത്. ഇപ്പം പുതിയൊരു MLA മാറി വന്നു, അതിനൊരു മുന്നോട്ടൊരു പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയുള്ള ജനങ്ങൾ ഇനിയിപ്പോൾ ഇവരുടെ വേതനം, കാരണം ഇവർക്ക് ഡെയിലി വൈസ് ആയതുകൊണ്ട് ഇവർക്ക് പെട്രോൾ അടിക്കാൻ പോലും ഉള്ള ഒരു സംഭവം കിട്ടുന്നില്ല. കുന്നും മലകളും ഒക്കെ കയറി, നമ്മുടെ ഈ ആനിക്കാടെന്ന് പറയുമ്പം മലമ്പ്രദേശമാണല്ലോ. അപ്പോൾ ഈ കുന്നും മലകളും ഒക്കെ കയറി ചെല്ലുമ്പോൾ എന്നാൽ ഇവർക്ക് അതിനുള്ള വേതനം പെട്രോൾ അടിക്കാൻ പോലും ഉള്ള ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അത് ബില്ല് മാറുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? അത് ഇപ്പം നമുക്ക് അധികാരികളാണ് അതിൻ്റെ ഒരു ക്രമീകരണം ചെയ്യേണ്ടത്. അപ്പോൾ അധികാരികൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പഞ്ചായത്തും അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എല്ലാ വാട്ടർ അതോറിറ്റി ജോലിക്കാരും എല്ലാം അറിഞ്ഞുകൊണ്ട് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ആനിക്കാട് പ്രദേശത്തെ കുടിവെള്ളത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ജീവനക്കാരെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ നാട്ടുകാർ കഴിഞ്ഞ ഈ വറവ് കാലത്ത് മാത്രമാണ്. ഈ വറവ് കാലത്ത് അവർ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ഞാൻ പറയാം, എനിക്ക് കിണറുണ്ടെങ്കിൽ പോലും എനിക്ക് ഫ്രീ ആയിട്ടൊരു കണക്ഷൻ തന്നിരുന്നു. എന്നെക്കൊണ്ട് കഴിഞ്ഞ മാസം വരെ എന്നെക്കൊണ്ട് ബില്ല് അടപ്പിച്ചിട്ടുണ്ട്. ഇത് ലൈൻ കട്ടായി കിടക്കുകയാണ്. അധികൃതരൊക്കെ പിന്നെ അറിയിച്ചിട്ടും അതിന് മറുപടിയില്ല. വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനക്കാരെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ കാര്യം കഷ്ടത്തിലാണ്. അവരെക്കുറിച്ച് അറിയുന്നത് ഇതുപോലെ ഡോണ്ട് വറി ന്യൂസ്, മനീഷ ആനിക്കാടിനെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ബ്ലോഗും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ചാനൽ പ്രവർത്തി ചെയ്യുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അവർക്ക് ന്യായമായിട്ടുള്ള കൂലി, അല്ലെങ്കിൽ അവരുടെ ഒരു ശമ്പള കുടിശ്ശികയോ അല്ലെങ്കിൽ അവർക്ക് വേതനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോൺ വറി ന്യൂസ് മറ്റൊരു വാർത്തയും മറ്റൊരു വിശേഷമായി വീണ്ടും കാണും വരെ നിങ്ങളുടെ സ്വന്തം മനീഷ ആനിക്കാട്, ഡോൺ വറി ന്യൂസ്.